ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. ആശമാരുടെ രാപ്പകൽ സമരം നാളെ അവസാനിക്കും. ഓണറേറിയം 1000 രൂപ കൂട്ടാനുള്ള തീരുമാനം സമര വിജയമെന്ന് സമരസമിതി. വേതനം 21,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ല. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം തുടരും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഗ്രേസ് മാർക്ക് നൽകാനുള്ള വിചിത്ര നീക്കവുമായി കേരള സർവകലാശാല. യൂണിയൻ ഭാരവാഹികൾക്ക് 5% ഗ്രേസ് മാർക്കിന് ശുപാർശ. നാളത്തെ സിൻഡിക്കേറ്റിൽ ചർച്ചയാകും. നടപ്പാക്കരുതെന്ന് BCക്ക് കത്ത് നൽകി സേവ് യൂണിവേഴ്സിറ്റി ഫോറം. PM ശ്രീ പദ്ധതി പിന്മാറ്റത്തിന് പിന്നാലെ പുതിയ നീക്കവുമായി കേരളം. SSK ഫണ്ടിന് പുതിയ പ്രപ്പോസൽ നൽകാൻ കേരളത്തോട് കേന്ദ്രം. വി ശിവൻകുട്ടിയെ വീട്ടിലെത്തി കണ്ട് GR അനിൽ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് ശിവൻകുട്ടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച നേതാക്കളോട് വിശദീകരണം തേടി CPI ജില്ലാ നേതൃത്വം. നെല്ല് സംഭരണത്തിൽ ഗുരുതര പ്രതിസന്ധി. പാടശേഖരങ്ങൾക്ക് ചുറ്റും കിലോമീറ്ററുകളോളം നെല്ല് കൂടിക്കിടക്കുന്നു. കൊയ്ത്തിന് തയ്യാറാവാതെ കർഷകർ. സംഭരണം വൈകിയാൽ നെല്ല് റോഡിൽ വിരിച്ച് പ്രതിഷേധിക്കുമെന്ന് കർഷകർ. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയത് കായിക മന്ത്രിയുടെ ഇടപെടലിൽ. സ്പോർട്സ് കേരള ഫെഡറേഷന്റെ കൈമാറ്റം ധാരണാപത്രം പോലുമില്ലാതെ. രേഖകൾ ന്യൂസ് 18. നാളെ നടത്താനിരിക്കുന്ന അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം തട്ടിപ്പോ? സർക്കാരിനോട് ചോദ്യങ്ങളുമായി പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും. കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്നുവെന്ന BD സതീശൻ. കൃത്യമായ കണക്കുണ്ടെന്ന് MP രാജേഷ്. ബീഹാറിൽ പ്രകടന പത്രിക പുറത്തിറക്കി NDA. 1 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം. സ്ത്രീകൾക്കും കർഷകർക്കും പ്രകടന പത്രികയിൽ ഊന്നൽ. 1ാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 6 നാൾ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിലെ 2ാം മത്സരം അല്പസമയത്തിനകം മെൽബണിൽ. മഴപ്പേടിയിൽ ആരാധകർ. രാജ്യാന്തര 2020 1000 റൺസ് തികയ്ക്കാൻ സഞ്ജു സാംസണിന് ഇനി 7 റൺസ് മാത്രം. ലോകകപ്പ് ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിതകൾക്ക് അഭിനന്ദന പ്രവാഹം. വിശദമായി നോക്കാം. വേതന വർധന ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം നാളെ അവസാനിക്കും. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിനാലാണ് സമരം നിർത്തുന്നത്. പ്രതിമാസ വേതനം 21,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും നേതാക്കൾ. ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരമാണ് അവസാനിപ്പിക്കുന്നത്. സമരം വിജയമെന്നും 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ലെന്ന കടും പിടുത്തത്തിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞെന്നും സമരസമിതി. വളരെ വലിയൊരു വിജയം തന്നെയാണ്. കാരണം 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റ് 1 രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ ഒരു വർധനവ് വരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെ. ആ വിജയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ക്ഷേമപ്രഖ്യാപനങ്ങൾക്കൊപ്പമാണ് ആശമാരുടെ വേതന വർധനവും സർക്കാർ പ്രഖ്യാപിച്ചത്. നാമമാത്ര വർധന സ്വീകാര്യമല്ലെന്ന് ആദ്യം പറഞ്ഞ ആശമാർ നിലപാട് മാറ്റുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരറാലിയോടെ രാപ്പകൽ സമരം നാളെ അവസാനിപ്പിക്കും. വേതന വർധന പ്രഖ്യാപിച്ച സർക്കാരിന് അഭിവാദ്യവുമായി CIT രംഗത്തെത്തിയിട്ടുണ്ട്. ഒരുപറ്റം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിവെച്ച സമരം പിന്നീട് ജനകീയ സമരസമിതിയും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു. തുടക്കം മുതൽ സർക്കാരും ഇടതനുകൂല സംഘടനകളും സമരത്തോട് മുഖം തിരിച്ചു. സമരത്തിന്റെ വിജയപരാജയങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും കുറിച്ച് ഇപ്പോഴും ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പ്,
നിശ്ചയദാർഢ്യത്തോടെ ഒരു കൂട്ടം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം ഭരണകൂടത്തെ അസ്വസ്ഥമാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. PM ശ്രീ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോയതിന് പിന്നാലെ SSK ഫണ്ട് വാങ്ങാൻ പുതിയ നീക്കവുമായി കേരളം. SSK ഫണ്ട് അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IASുമായി മന്ത്രി V ശിവൻകുട്ടി ചർച്ച നടത്തി. SSK ഫണ്ട് അനുവദിക്കണമെങ്കിൽ വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. VV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, SSK ഫണ്ട് അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്. പക്ഷേ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിൽ എത്തിയിട്ടില്ല. അതിനു മുൻപാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നടക്കം? ഭവ്യ, തിരുവനന്തപുരത്ത് യുണിസെഫിന്റെ ഒരു പരിപാടിയിലാണ് മന്ത്രി V ശിവൻകുട്ടിയും അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പങ്കെടുത്തത്. അവിടെ വെച്ചാണ് ആ യോഗത്തിനിടയിലാണ് മന്ത്രി V ശിവൻകുട്ടി ഉദ്യോഗസ്ഥരുമായി ധീരജ് സാഹുവുമായി ചർച്ച നടത്തിയത്. സംസ്ഥാനത്തിന് SSK ഫണ്ട് ലഭിക്കേണ്ട SSK ഫണ്ട് 1200 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. അടിയന്തരമായി റിലീസ് ചെയ്യണമെന്നാണ് മന്ത്രി കേന്ദ്ര സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത്. ഇത് വൈകാതെ നൽകാൻ നടപടി സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. പ്രത്യേകം ഒരു അപേക്ഷ, പുതിയൊരു അപേക്ഷയാൽ തന്നെ ഇത് നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ, പദ്ധതി മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. PMCയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഈ ഒരു നീക്കം സർക്കാർ നടത്തുന്നത്. 1200 കോടി രൂപ സർക്കാരിന് കിട്ടാനുണ്ട്. ഇത് അടിയന്തരമായി വിട്ടു നൽകണമെന്നാണ് ആവശ്യം. ഒരു പ്രത്യേക പ്രപ്പോസൽ വീണ്ടും സമർപ്പിക്കാൻ അദ്ദേഹം മന്ത്രിയോട്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകിയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും PMCയിൽ നിന്ന് പിന്മാറുമെങ്കിലും ഈ SSK ഫണ്ട്, സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അത് ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഈ പ്രാഥമികമായ ഉദ്യോഗസ്ഥന്റെ മറുപടി മാത്രമാണ്. എങ്കിൽ പോലും അതൊരു അനുകൂല മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. തുടർ നീക്കങ്ങൾ സർക്കാർ നടത്തും. PMC ധാരണാപത്രത്തിൽ നിന്ന് ധാരണാപത്രം മരവിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം വൈകാതെ കേന്ദ്രത്തെ അറിയിക്കും. കത്ത് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാർ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ളൊരു മരവിപ്പിക്കൽ തീരുമാനം കേന്ദ്രത്തിന് അറിയാനുള്ള കത്ത് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എത്ര വേഗത്തിൽ അത് വീണ്ടും രാഷ്ട്രീയമാകുന്നു? അപ്പോൾ എത്ര വേഗത്തിൽ ഈ SSK ഫണ്ട് സംസ്ഥാനത്തോട്ട് എത്താനുള്ള സാധ്യത അതുണ്ട്? തീർച്ചയായും രാഷ്ട്രീയ തീരുമാനം അതിന്റെ ഭാഗമായി ഉണ്ടാകണം. സംസ്ഥാനം പ്രത്യേകിച്ച് PMC കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ ആ ഫണ്ട് കിട്ടുന്നതിലും കാലതാമസമുണ്ടാകും. ഈ PMCയിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ലഭിക്കേണ്ട ഫണ്ടാണ് ഇപ്പോൾ സംസ്ഥാനം ചോദിക്കുന്നത്. അത് ലഭിക്കേണ്ട സംസ്ഥാനത്തിന് അവകാശമാണ് എന്നാണ് സംസ്ഥാന നിലപാട്. സ്വാഭാവികമായും അത് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം മറുപടി അറിയിക്കും. ഇപ്പോൾ ഔദ്യോഗികമായി ഈ PMCയിൽ പിന്മാറിയവരെ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലാണുള്ളത്. അദ്ദേഹം തിരികെ എത്തിയ ശേഷമാകും ഈ കത്ത്, വിദ്യാഭ്യാസ വകുപ്പിന്റെ കത്ത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മാത്രം കൈമാറുക. അതിനുശേഷമാകും ആ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് അറിയാൻ കഴിയുക. ഏതായാലും SSK ഫണ്ട് കിട്ടുന്നതിൽ ഇത് തടസ്സമാകില്ല എന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിനുള്ളത്. പക്ഷേ തീർച്ചയായും സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ തീരുമാനം കൂടി വരേണ്ടതുണ്ട്. AGP പോലുള്ള സംഘടന ഇതിനകം തന്നെ ഈ PMCയിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ പിന്മാറ്റം അനുവദിക്കരുത് എന്ന നിലപാടുമായി കേന്ദ്രത്തെ സമീപിച്ചിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി കേന്ദ്രം പരിഗണിക്കും. അതിനുശേഷം മാത്രമേ ഇതിലൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഭരണപരമായ തീരുമാനം അതിനുശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു പ്രധാനമായും ഇത് സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്, ഞങ്ങൾക്കത് നൽകിയേ മതിയാകൂ എന്ന തരത്തിൽ തന്നെയാണോ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരമൊരു നിലപാടുമായി തന്നെയാണ് സമീപിക്കുക. വേണ്ടി വന്നാൽ ഇത് നിയമ പോരാട്ടത്തിലേക്ക് കടക്കണമെന്നൊരു അഭിപ്രായം കൂടി ഇടതു മുന്നിൽ ശക്തമാവുകയാണ്. സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കേന്ദ്രം കവർന്നെടുക്കുന്നു. കേന്ദ്ര ഫണ്ട് പല കാര്യത്തിൽ ലഭിക്കുന്നില്ല. SSKയിലും സമാനമായി ഉണ്ടായ ഒരുപക്ഷെ സംസ്ഥാനം പിന്നീട് കേന്ദ്രത്തെ സമീപിച്ചും തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കോടതിയൊക്കെ സമീപിച്ചേക്കാം. ഏതായാലും ആദ്യഘട്ടത്തിൽ നിലയിലാണ് ഇപ്പോൾ സംസ്ഥാനം ഇത് വീണ്ടും ഒരു കത്ത് നൽകാനുള്ള കേന്ദ്ര നിർദ്ദേശം അംഗീകരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വൈകാതെ വീണ്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഈ കത്ത് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്രത്തിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. അവിടെ നിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും നിയമവഴി അടക്കം സർക്കാർ തേടിയേക്കും. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീയിൽ പിണക്കം തീർത്ത മന്ത്രിമാർ. V ശിവൻകുട്ടിയെ GR അനിൽ വീട്ടിലെത്തി കണ്ടു. മന്ത്രി GR അനിൽ നടത്തിയ പ്രസ്താവനയിൽ ശിവൻകുട്ടി അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. CPI നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അനിൽ ശിവൻകുട്ടിയെ കാണാൻ എത്തിയതെന്നാണ് സൂചന. PM ശ്രീയിൽ വിവാദം എല്ലാം അവസാനിച്ചെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. മുന്നണിക്ക് ഉള്ളിൽ ആ പ്രശ്നങ്ങൾ
പരിഹരിക്കപ്പെടുകയാണ്. ശിവൻകുട്ടിയെ പോലെ നേതാവിനോട് ഈ രീതിയിൽ പെരുമാറിയത് വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് വന്നത് ശരിയായില്ല എന്ന് CPI നേതൃത്വം തിരിച്ചത്. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ CPIയും ആ നടപടിയും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത്. വി ശിവൻകുട്ടി നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിലാണ്, അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് ശിവൻകുട്ടി ഈ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. അത് രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിലാണെങ്കിൽ പോലും സർക്കാരിന് വലിയ ഒരു മുൻതൂക്കമുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദമായിരുന്നു അത്. അവിടെ മുതൽ സംഘപരിവാർ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നേതാവിനെയാണ് AYF ASF ഈ രീതിയിൽ അപമാനിച്ചത്. സ്വാഭാവികമായും അതിന്റെ ഒരു ഖേദപ്രകടനം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. അങ്ങേ ഒരു സംഘപരിവാർ നിലപാടുകാരനാക്കിയൊക്കെയാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. അതാണോ ഇത്ര വിഷമമുണ്ടാക്കിയത്? അതെന്നല്ല നമ്മുടെ വിഷമം പറഞ്ഞു, അതിന് മറുപടി ബന്ധപ്പെട്ടവർ പറയുകയും ചെയ്തു. അതോടുകൂടി അത് അവസാനിച്ചു. ഈ BJP-കാരൊക്കെ കോൺഗ്രസുകാരൊക്കെ അങ്ങനെ വിളിക്കുന്ന സംഘിക്കുട്ടി ശിവൻകുട്ടി എന്നൊക്കെയാണ്. കോൺഗ്രസ് വിളിച്ചത് പിന്നെ അവരങ്ങനെ ഒരു സമരമൊക്കെ ആകുമ്പോൾ മുദ്രാവാക്യമൊക്കെ വിളിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. സമാനമായ ഒരു ഇതാണ് AYF ASF ഒക്കെ വിമർശിച്ചത്. കാരണം അങ്ങയുടെ സമര പാരമ്പര്യവും അങ്ങ് ഇത്രയും നാളുണ്ടാക്കിയ ഒരു പേരുമൊക്കെ ഇതിലൂടെ അങ്ങ് അതൊന്നും ഒലിച്ചു പോകുന്നതല്ല നമ്മളുണ്ടാക്കിയിട്ടുള്ള സമര പാരമ്പര്യം. ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. GRNൽ ഒരു പറ്റിപ്പോയത് അബദ്ധമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ല, അങ്ങനെ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം ഉണ്ടാകുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയില്ലേ. ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടിയിലും കിടക്കും, അതിന് വേറെ കാര്യമൊന്നുമില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ചട്ടിയും കലവും തട്ടിയും മുട്ടിയും കിടക്കും. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ വിഷമമൊക്കെ പറഞ്ഞു തീർത്തിരിക്കുന്നു. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ CPIയിൽ നടപടി. കണ്ണൂർ ജില്ലയിലെ 2 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കൈവിട്ട പ്രതിഷേധത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KB രജീഷിനും നോട്ടീസ് നൽകി. ജില്ലാ സെക്രട്ടറി സാഗർ KVയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. PM ശ്രീയിൽ ഒപ്പിട്ട ശേഷം പിൻവലിക്കാനുള്ള നീക്കം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കരാർ ഒപ്പിട്ട പദ്ധതി വേണ്ടെന്ന് പറയാൻ കത്തുകൊടുത്താൽ കടലാസിന്റെ വിലയാകും. 2 സർക്കാരുകളെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് ABVP. പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ABVP കത്തയച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമാക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നും കേരള സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം അനുവദിക്കരുതെന്നും ABVP ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും ഗ്രേസ് മാർക്ക് നൽകാനുള്ള ശുപാർശയുമായി കേരള സർവകലാശാല. കോളേജ് സർവകലാശാല യൂണിയൻ ഭാരവാഹികൾക്ക് 5% ഗ്രേസ് മാർക്കിനാണ് വിദഗ്ധ സമിതിയുടെ വിചിത്രമായ ശുപാർശ. തെരഞ്ഞെടുക്കപ്പെട്ടതോ നോമിനേറ്റ് ചെയ്തതോ ആയ ഭാരവാഹികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാമെന്നാണ് ശുപാർശ. നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യും. നിലവിൽ കലാകായിക മികവിനും NSS തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുമാണ് ഗ്രേസ് മാർക്കുള്ളത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ്, എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇത്തരത്തിലൊരു വിചിത്രമായ ശുപാർശ? ഭവ്യ, ഇത് പ്രധാനമായും കേരള സർവകലാശാലയിൽ 4-year ഡിഗ്രി പ്രോഗ്രാമിന്റെ ഗ്രേസ് മാർക്കുകൾ നിശ്ചയിക്കുന്നതിന് ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ആ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശമാണെന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു യൂണിയൻ ഭാരവാഹികൾ, അതായത് ചെയർപേഴ്സൺ ആയിക്കോട്ടെ, വൈസ് ചെയർപേഴ്സൺ ആയിക്കോട്ടെ തുടങ്ങിയ ഈ ഭാരവാഹിത്വം വഹിക്കുന്നവർക്ക് അവരുടെ യൂണിയൻ പ്രവർത്തന മികവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 5% വരെ ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകുക എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള ശുപാർശ. ഇതിൽ മറ്റ് ശുപാർശകൾ നിലനിൽക്കുന്നുണ്ട്. ഈ NSS, NCC, പിന്നെ ഒപ്പം തന്നെ കലാകായിക മികവ് അതായത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അടക്കം ഈ ഒരു കലാകായിക മികവ് പുലർത്തുന്നവർക്കടക്കം ഈ ഒരു ഗ്രേസ് മാർക്കിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു യൂണിയന്റെ പ്രവർത്തന മികവിനനുസരിച്ച് ഭാരവാഹികൾക്ക്, അതായത് ഈ ഒരു ഇലക്ഷൻ മുഖേന തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഭാരവാഹികൾക്ക് ഇതിന് 5% വരെ ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകണമെന്നാണ് ഇപ്പോൾ ഈ ഒരു സബ് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. നാളെ ഇത് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇത് പാസ്സായി, അതായത് ഒരു അംഗീകാരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാകും.
കാരണം കേരളത്തിൽ ഒട്ടും കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ഈ ഒരു യൂണിയൻ പ്രവർത്തനത്തിന് ഗ്രേസ് മാർക്ക് നൽകുക. ഈ ഒരു കായിക മത്സരങ്ങളായിക്കോട്ടെ, കലാപരമായ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഒപ്പം NSS, NCC തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുമായി ബന്ധപ്പെട്ട്, അതായത് ക്ലാസുകൾ മിസ്സാവുക, ഒപ്പം അധികം ഈ ഒരു അക്കാദമിക് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഇത്തരത്തിൽ മറികടക്കാനുള്ള രീതിയിലാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് അടക്കം നൽകുന്നത്. പക്ഷേ ഈ ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് നൽകുന്ന വിചിത്രമായ നടപടി കേരള സർവകലാശാലയിൽ വന്നത് വലിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല ഇത് കൂടുതൽ സിൻഡിക്കേറ്റ് യോഗത്തിലടക്കം പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഭവ്യ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നവംബറിൽ ക്ഷേമ പെൻഷൻ 3600 രൂപ ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഗഡുവും വർദ്ധിപ്പിച്ച് 2000 രൂപ പെൻഷനും ഉൾപ്പെടെയാണ് അടുത്ത മാസം ലഭിക്കുക. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ കൂട്ടിയത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജനം അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിക്കും. ആശമാരുടെ അവകാശങ്ങൾക്കായുള്ള സമരം തുടരും. ആശമാർക്ക് പ്രഖ്യാപിച്ച 1000 രൂപ വർധന അപര്യാപ്തമാണ്. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പിന്തുണയിൽ സമരം തുടരുമെന്നും സണ്ണി ജോസഫ്. അത് തീർത്തും അപര്യാപ്തമാണ്. ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല. സമരത്തിൻ്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട്. അവരാലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക സമയത്ത് LDFൻ്റെ വാഗ്ദാനം? ക്ഷേമ പെൻഷൻ 2500 ആക്കുന്നായിരുന്നു. റബ്ബർ സബ്സിഡി 250 ആക്കുന്നായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞു? 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല, സംതൃപ്തമല്ല. ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത്. അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ജനങ്ങൾ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുകയാണ്. പ്രഖ്യാപനം തട്ടിപ്പെന്ന് 4.5 ലക്ഷം അതിദരിദ്രർ ഉണ്ടെന്നാണ് കണക്ക്. ഇത് 64,000 ആയതിന്റെ മാനദണ്ഡം എന്തെന്ന് സതീശൻ ചോദിച്ചു. ഈ പട്ടികജാതിക്കാര് കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ. ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാകുന്നതിൽ സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളെന്ന മന്ത്രി MP രാജേഷ്. 5 വർഷം മുൻപേ തയ്യാറാക്കിയ മാർഗരേഖ അനുസരിച്ചാണ് അതിദരിദ്രരെ കണ്ടെത്തുകയും അവരെ സർക്കാർ സഹായിക്കുകയും ചെയ്തത്. അന്ന് ഉയർത്താത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. ക്രെഡിറ്റ് മോദി ഗവൺമെന്റിനാണെന്ന വാദത്തിനെതിരെയും മന്ത്രി രംഗത്തെത്തി. ബഹുമാന്യരായ വിദഗ്ധരോടും വിനീതമായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല. വസ്തുതകൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ശ്രമിച്ച്
വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നത് വളരെ വിനയത്തോടുകൂടി അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ്. രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയട്ടെ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇങ്ങനെയൊരു പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണെന്നും മന്ത്രി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലത്. താമരശ്ശേരി ബിഷപ്പിന്റെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഹാൽ സിനിമയെന്ന് കത്തോലിക്ക കോൺഗ്രസ്. 16 രംഗങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് നിർദ്ദേശിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറിയെന്ന പരാമർശം തെറ്റിദ്ധാരണാജനകമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് സേൻ പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. അഡ്വക്കേറ്റ് സേൻ പ്രകാശ്, ഇപ്പോൾ ഇതാ ഹാൽ സിനിമയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമാണ്. എന്തൊക്കെയാണ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്? വിവരങ്ങൾ. ഹാൽ സിനിമയ്ക്ക് സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങളുമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ സത്യവാങ്മൂലം കോടതിയിൽ വന്നിട്ടുള്ളത്. 16 രംഗങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് സത്യവാങ്മൂലത്തിലൂടെ ആവശ്യപ്പെടുന്നത്. പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറിയെന്ന പരാമർശം തെറ്റിദ്ധാരണാജനകമാണ്. ഇത് ക്രൈസ്തവ മതം വലിയ തോതിൽ മതം മാറ്റം നടത്തുന്നുവെന്ന ധാരണയുണ്ടാക്കുന്നതാണ്. സാമുദായിക വിദ്വേഷം വളർത്തുന്ന രംഗങ്ങൾ സിനിമയിലുണ്ട്. താമരശ്ശേരി ബിഷപ്പിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് സിനിമ. നിർബന്ധിതമായ മതപരിധിത്തെ സിനിമയെ സാധാരണ കാര്യമായി അവതരിപ്പിക്കുന്നുണ്ടെന്നും കത്തോലിക്ക കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. താമരശ്ശേരി ബിഷപ്പിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന രംഗങ്ങളിലുണ്ട്. സെൻസറിംഗുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ CBFC നടപടി ശരിയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത് ഹാൽ സിനിമയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഇന്ന് വൈകിട്ട് 4 മണിക്ക് ജസ്റ്റിസ് VG അരുൺ പരിഗണിക്കും. ജസ്റ്റിസ് VG അരുൺ പരിഗണിക്കാൻ ഇരിക്കെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് സേൻ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുന്നു. പാടശേഖരങ്ങൾക്ക് ചുറ്റും കിലോമീറ്ററുകളോളം നെല്ല് കൂടിക്കിടക്കുകയാണ്. സംഭരണ പ്രതിസന്ധി കാരണം കൊയ്യാൻ പാകമായ പാടശേഖരങ്ങളിൽ കർഷകർ കൊയ്ത്തിന് തയ്യാറാകുന്നുമില്ല. സംഭരണം ഇനിയും വൈകിയാൽ ആലപ്പുഴയിലെ പൂന്തുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെല്ല് നടുറോട്ടിൽ വിരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. നെല്ല് സംഭരണ വിഷയത്തിൽ കാർഷിക മേഖലയിൽ ഇപ്പോഴും പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. കുട്ടനാട് പൂന്തുര പാടശേഖരം, അതായത് പുന്നപ്ര പൂന്തുര പാടശേഖരം അടക്കമുള്ള ഇടങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ റോഡരികിൽ നെല്ല് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം കർഷകരിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. വരും ദിവസങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും കർഷകർ പറയുന്നുണ്ട്. കാരണം നെല്ല് സംഭരിക്കാൻ മറ്റു മാർഗങ്ങളില്ല. സംഭരണ ഇടങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ റോഡരികിലാണ് നെല്ല് സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. പല ഇടങ്ങളിലും അത് കിളിർപ്പ് വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അവർ ഭയക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വലിയ കിഴിവാണ് ഇപ്പോൾ മില്ലുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിഴിവിൽ അത്രയും നഷ്ടം സഹിച്ചുകൊണ്ട് കർഷകർക്ക് നൽകാനാവില്ല എന്നുള്ളതാണ്. തുടർന്നുള്ള കൃഷിയെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയങ്ങൾ എത്തുമെന്നും കർഷകർ പറയുന്നുണ്ട്. എന്തായാലും പൂന്തുര പാടശേഖരത്തിൽ 250 ഏക്കർ ഉള്ള കൃഷി ചെയ്ത നെല്ലാണ് ഇപ്പോൾ കൊയ്ത എടുത്തിരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ദിവസേന കൂലി നൽകി കർഷകർ ഈ നെല്ല് ഉണക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈർപ്പം വലിയ പ്രതിസന്ധി കർഷകർ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൂലി ഇനത്തിൽ തന്നെ വലിയ തുകയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും മില്ലുടമകളുമായിട്ടുള്ള വിഷയങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നെല്ലെടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകൾ വലിയ കിഴിവ് ചോദിക്കുന്നത് കർഷകരിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു കിഴിവിൽ തങ്ങൾ നഷ്ടം സഹിച്ച നെല്ല് നൽകാനാവില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നെൽകർഷക സമിതി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. സപ്ലൈകോയ്ക്ക് കൊടുത്ത അളവ് പരിശോധിച്ചാൽ 5.8 ലക്ഷം മെട്രിക് ടണ്ണ എന്ന് പറഞ്ഞാൽ 2,06,879 കർഷകരുണ്ടായിരുന്നു. ഇനി 100% കർഷകരും അതിദരിദ്രരാണ് ഈ കണക്കുകൾ പരിശോധിച്ചാൽ. അപ്പൊ ഞങ്ങൾ ഇവിടെ വേണ്ട എന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ?
പാടശേഖരങ്ങൾ തൽസ്ഥിതി തുടരുന്നു. അതിനോടൊപ്പം തന്നെ പല പാടശേഖരങ്ങളും വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. പക്ഷേ നെല്ല് കൊയ്യാനായി കർഷകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം കൊയ്തെടുത്ത് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ പാടങ്ങൾ തന്നെയാണ് നെല്ല് ഉള്ളത്. അത് കൊയ്തെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംരക്ഷിക്കാനുള്ള ഇടങ്ങളില്ല. ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ പാടശേഖരങ്ങൾ തന്നെ കൊയ്ത്ത് നടത്താതെ നെല്ല് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും തുടരാനാവാത്ത സാഹചര്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ നെല്ല് കൊഴിഞ്ഞു തുടങ്ങും. അതായത് ഇപ്പോൾ പാടശേഖരങ്ങൾ നെൽച്ചെടികളുള്ള നെല്ല് കൊഴിഞ്ഞു തുടങ്ങും. അതും വലിയ പ്രശ്നം സൃഷ്ടിക്കും. കാലാവസ്ഥ ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ മില്ലുടമകളുടെ വാശി മറ്റൊരു ഭാഗത്ത് തുടരുകയാണ്. ഇതിനിടയിലെല്ലാം പെട്ട് കർഷകരാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാസം മുമ്പ് തന്നെ കൃഷി ഇറക്കുന്നതും വിത്ത് ഇറക്കുന്നതും എന്ന് കൊയ്യും എന്നതിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ രജിസ്ട്രേഷൻ രേഖകളിലൂടെയാണ് കർഷകർ കൃഷിയിലേക്ക് കടന്നിരുന്നത്. പക്ഷേ ഈ 3 മാസങ്ങളിലൊന്നും ഈ എങ്ങനെ നെല്ലെടുക്കും, സംഭരണം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ അളവുകോൽ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊയ്ത്ത് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും നെല്ല് സംഭരിക്കാൻ മില്ലുകൾ, സ്വകാര്യ മില്ലുകൾ തയ്യാറാകാതെ വരികയും സർക്കാർ അതിനകത്ത് ചർച്ച പരാജയപ്പെടുകയും ചെയ്യുന്നത് കർഷകരെ ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. പാടശേഖരങ്ങൾ കിടക്കുന്ന നെല്ലുകൾ വളരെ കുറഞ്ഞ അളവിൽ, അതായത് വലിയ കിഴിവ് നൽകിക്കൊണ്ട് സ്വകാര്യ മില്ലുകൾക്ക് വിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കർഷകരെ സർക്കാർ തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കുട്ടനാടും സംസ്ഥാനത്തൊട്ടുകയും ഉള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അർജന്റീനയുടെ മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് 18. സ്പോൺസർക്ക് SKSF കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയെന്ന രേഖകളിൽ വ്യക്തമാണ്. കായിക വകുപ്പിന്റെ നിർദ്ദേശങ്ങളുള്ള കത്തിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. ധാരണാപത്രമില്ലാതെ സ്റ്റേഡിയം കൈമാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖകൾ. കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുത്തത് ആരുടെ അനുമതിയോട് കൂടിയാണ്, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നായിരുന്നു. പക്ഷെ അതിന് ഒരു കൃത്യത വരികയാണ്. അത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് GCDA കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തത് എന്നുള്ള ഒരു വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖ പുറത്തുവരികയാണ്. കായിക മന്ത്രി ഇത്തരത്തിൽ നിർദ്ദേശിച്ചിരുന്നു. അതായത് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കുക, സ്റ്റേഡിയവുമായി ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളും അറ്റകുറ്റപ്പണികൾക്കായി വിട്ടു നൽകാൻ കായിക മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള ഒരു ത്രികക്ഷി കരാർ വേണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നുള്ള യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിന് ശേഷം കരാറിനുള്ള ആപ്ലിക്കേഷൻ നൽകിയതല്ലാതെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കരാറുണ്ടോ, കരാറിൻ്റെ മറ്റ് ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിലെ മറ്റ് നിബന്ധനകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളോ ഒരു വ്യക്തതയുമില്ലാതെ ഇപ്പോഴും തുടർന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഡിയം വിട്ടുകൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് GCDA സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്നുള്ള രേഖകളാണ് പുറത്തു വരുന്നത്. ഇത് മാത്രമല്ല, 70 കോടിയുടെ കരാർ എന്ന് പറയുമ്പോൾ 70 കോടിയുടെ അറ്റകുറ്റപ്പണികളുടെ ഈ 70 കോടി മുന്നോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ബ്രേക്കപ്പ് എന്തൊക്കെയാണ്, അതിൻ്റെ അതായത് അതിൻ്റെ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാറുണ്ട്. അത് മാത്രമല്ല, ഈ എസ്റ്റിമേറ്റിന്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് 125 കോടി രൂപ മുടക്കുമുതലിൽ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം, അതായത് ഉയർന്ന നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 125 കോടിയാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ 70 കോടി രൂപയുടെ ആവശ്യകത എന്താണ്, അത് ഏതൊക്കെ തരത്തിലാണ് ചെലവഴിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്പോൺസർ ഇനിയും വ്യക്തത നൽകാറുണ്ട്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കരാറുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ GCDAക്ക് കായിക മന്ത്രാലയം നൽകിയിരിക്കുന്ന, കായിക മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി നൽകണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ട മന്ത്രി K കൃഷ്ണൻകുട്ടിയും CPM MLA K ശാന്തകുമാരിയും. പാലക്കാട് നടന്ന ജില്ലാതല പട്ടയമേളയിലാണ് മന്ത്രിയും MLAയും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത്. രാഹുലിനെതിരെ ലൈംഗിക പീഡനാരോപണങ്ങൾ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു മന്ത്രിയും CPM MLAയും വേദി പങ്കിടുന്നത്. നേരത്തെ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും പ്രമീള ശശിധരനും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് വലിയ വിവാദമായിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്,
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞത് BJP ആയിരുന്നു. ഒരു പരിപാടിയിലും ഈ പ്രദേശത്തേക്ക് പാലക്കാടേക്ക് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞത് CPM ആണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് വലിയ തരത്തിൽ ആ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ BJPയുടെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ MLAക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. അത് വലിയ വിവാദമായി, വലിയ പൊട്ടിത്തെറിക്ക് BJPക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ CPM മന്ത്രിയും MLAയും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ എല്ലാം ഒത്തുതീർപ്പായി അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെ വേണം കരുതുവാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ BJPയുടെ ഭാഗത്തുനിന്നോ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം പ്രമീള ശശിധരനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ MLAയും അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടിയിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എവിടെയും പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സാധാരണക്കാർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം ഇടപഴകേണ്ടതും അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കേണ്ടതും അദ്ദേഹത്തിന്റെ കർത്തവ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇനി പ്രതിഷേധത്തിന്റെ സാഹചര്യങ്ങളില്ല എന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഇടതുപക്ഷത്തും DYFIയും പ്രത്യേകിച്ച് DYFIയും BJPയും മുൻപ് പ്രഖ്യാപിച്ചിരുന്ന പ്രതിഷേധങ്ങൾ അതിനി ഉണ്ടാകില്ല എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. പ്രസ്താവനകൾ പലതും നേതാക്കൾ നടത്തുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ഇതൊന്നും തന്നെ ില്ല. ഒരു MLAക്കെതിരെ എത്ര തവണ എത്ര ഇടങ്ങളിൽ പ്രതിഷേധിക്കുമെന്ന ചോദ്യമാണ് പ്രായോഗികമായിട്ടും ഇവിടെ ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് ആദ്യത്തെ ചില പ്രതിഷേധങ്ങൾക്കപ്പുറം ഇതിന് വലിയ ആയുസില്ല എന്ന തരത്തിലേക്ക് തന്നെ മാറുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകുന്നു. അദ്ദേഹം എല്ലായിടത്തും പോകുന്നു. അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ BJP നേതാക്കളുമെല്ലാം പങ്കെടുക്കുന്നു. ഇപ്പോൾ മന്ത്രി വരെ ഔദ്യോഗിക പരിപാടിയിൽ മന്ത്രി വരെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രഖ്യാപിച്ച പ്രതിഷേധം വെള്ളത്തിൽ വരച്ച വര പോലെയായി തീർന്നിരിക്കുന്നു പാലക്കാട് എന്നുള്ളതാണ് നിലവിലെ വസ്തുത. ഭവ്യ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല പിടിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ കളത്തിലിറക്കാൻ BJP. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ നേടിയ 40,000 വോട്ടുകളാണ് BJPയുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ അനൂപ് മണ്ഡലത്തിൽ സജീവമാണ്. UDF ജില്ലാ അധ്യക്ഷൻ വർഗീസ് മാമനെ കളത്തിലിറക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം. LDFിനു വേണ്ടി മാത്യു T തോമസ് വീണ്ടും മത്സരിക്കുമ്പോൾ തിരുവല്ലയിൽ ത്രികോണ പോരാട്ടം ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തിരുവല്ലയിൽ ഏതാണ്ട് മത്സര ചിത്രം വ്യക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ തിരുവല്ലയിൽ വലിയ മുന്നേറ്റമൊന്നും സാധാരണഗതിയിൽ നടത്താത്ത BJP അവിടെ അനൂപ് ആന്റണിയെ കളത്തിലിറക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ തിരുവല്ലയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ അനൂപ് ആന്റണി വിവിധ രൂപത്തിൽ അവിടെ നിറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഫ്ലെക്സ് രൂപത്തിൽ. ഇപ്പോൾ പരുമല തീർത്ഥാടനത്തിനെ ആണെങ്കിലും തിരുവല്ല അത് ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട് അടുത്ത സ്ഥലമാണെങ്കിൽ പോലും തിരുവല്ല കേന്ദ്രീകരിച്ച് തന്നെ ഇതിന്റെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അനൂപ് നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പുറത്തെ വർഗീസ് മാമൻ UDF സ്ഥാനാർത്ഥിയായി വന്നേക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. അതായത് മാത്യു T തോമസ് ഒരു ക്രൈസ്തവ പാരമ്പര്യം, പിതാവ് വൈദികനായിരുന്ന ഒരു പാരമ്പര്യമാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ഉള്ള പാരമ്പര്യത്തിൽ നിന്ന് വർഗീസ് മാമൻ എത്തുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹം UDFന്റെ ജില്ലാ ചെയർമാനാണ്. ആ നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ രംഗത്തിറങ്ങുന്നു. അത് അവരും കളത്തിൽ സജീവമാണ്. എന്തായാലും തിരുവല്ലയുടെ ഒരു ആകെ ചിത്രം എടുത്താൽ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2021 K സുരേന്ദ്രൻ നേടിയ 40,000 വോട്ടായിരുന്നു ഏറ്റവും കൂടിയ വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ വോട്ട് 2016 അക്കീരമൺ കാളിദാസ ഭട്ടതിരി നേടിയ വോട്ടാണ്. അത് 31,000-ൽ പരം വോട്ടുകൾ നേടി. ആ വോട്ടിൽ നിന്ന് സഭാ വോട്ടുകൾ കൂടി പിടിച്ചാൽ തിരുവല്ലയിൽ വിജയം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലുമായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണി എത്തുന്നത്. എന്തായാലും അനൂപ് കൂടി എത്തുന്നതോടെ അതിശക്തമായ ത്രികോണ പോരാട്ടമുണ്ടാവും. 2006 മുതൽ LDF അതിശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ വിജയിച്ചു കയറാമെന്ന് UDFും കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം മാത്യു T തോമസിൽ തിരുവല്ല ഭദ്രമാണ് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഇടതുമുന്നണിയുള്ളത്. നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് PV അൻവറും തൃണമൂൽ കോൺഗ്രസുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനൊപ്പമാകുമെന്ന് അൻവർ പ്രഖ്യാപിച്ചെങ്കിലും നിലമ്പൂരിൽ ഇപ്പോഴും അൻവറും തൃണമൂലും UDFിന്റെ കണക്കിൽ വന്നിട്ടില്ല. ഒപ്പം കൂട്ടിയിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും നഗരസഭ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുമെന്നുമാണ് തൃണമൂലിന്റെ അവകാശവാദം. മറുവശത്ത് 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്.
2020 33 23 സീറ്റ് നേടിയാണ് LDF നിലമ്പൂർ നഗരസഭാ ഭരണം പിടിച്ചത്. കോൺഗ്രസ് 9 ഇടത്ത് ജയിച്ചപ്പോൾ BJP 1 സീറ്റ് നേടി. മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ലാത്ത മലപ്പുറത്തെ ഏക നഗരസഭയായി നിലമ്പൂർ മാറി. 5 വർഷത്തിനിപ്പുറം സാഹചര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. അന്ന് LDFന്റെ മുൻനിര പോരാളിയായിരുന്ന PV അൻവർ ഇന്ന് പോരാടുന്നത് പിണറായിത്തിനെതിരാണ്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും UDF ആയിരുന്നു ലീഡ് ചെയ്തത്. സാഹചര്യങ്ങൾ മാറിയെന്നും ഇത്തവണ ഭരണം പിടിച്ചെടുക്കാമെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും ഉറപ്പു പറയുന്നു. ഇവിടെ ചോദ്യം PV അൻവറിന്റെ പിന്തുണയെക്കുറിച്ച് മാത്രം. UDFനൊപ്പമെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിലും നഗരസഭയിൽ 3 ഇടത്ത് സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൻവർ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതീക്ഷ. നിലമ്പൂരിൽ ഈ വളരെ ഭൂരിപക്ഷം, അതായത് എല്ലാ വാർഡുകളിലും UDFന് തന്നെ കൃത്യമായ നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അത് PV അൻവർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അത് എന്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തെ ഇത്രമാത്രം എതിർത്ത് പോന്നിട്ടുള്ള ഒരു സ്ഥിതി എന്ന നിലക്ക് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സംഭവം എന്തായാലും ഉണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് UDFന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. TMCയെ ഒപ്പം കൂട്ടുന്നതൊക്കെ നമ്മുടെ മേൽഘടകം എന്താണോ പറയണത് അതാണ് നമ്മൾ അംഗീകരിക്കുക. നമുക്കിപ്പോൾ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വന്നാൽ മേൽഘടകം എന്ത് തീരുമാനം പറയുന്നോ അത് അംഗീകരിക്കും. എന്നാൽ ഇതുവരെ ഒരു ഉറപ്പും കിട്ടാത്തതാണ് തൃണമൂൽ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നത്. UDF സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഉടൻ ധാരണയാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ഒന്നുകിൽ ഭരണം നേടും, അല്ലെങ്കിൽ ആരു ഭരിക്കുമെന്ന് നിശ്ചയിക്കും. ഇതിനുള്ള കരുത്ത് നിലമ്പൂർ നഗരസഭാ പരിധിയിലുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നു. അത് സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് നമ്മളെ പാർട്ടി അണികളും പ്രവർത്തകരും സജ്ജമായിക്കൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തനവും വാർഡ് കമ്മിറ്റി കൂടുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ 18 വാർഡിലും നമ്മൾ ഏകദേശം സ്ഥാനാർത്ഥികളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൊത്തം പ്രഖ്യാപിച്ചില്ലെന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നോക്കണ്ട. ഇനിയിപ്പം PV അൻവറിനായതുകൊണ്ട് കിട്ടിയെന്നില്ല. PV അൻവറിനൊരു വോട്ടും വരും. ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ വ്യക്തിക്കൊരു വോട്ടും വരും. പാർട്ടി പ്രാധാന്യം കമ്മിയാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, വാർഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം. അങ്ങനെ വരുമ്പം വാർഡിൽ തന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലും 4 സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത്. എന്നാൽ PV അൻവറും തൃണമൂൽ കോൺഗ്രസും ഒരു തരത്തിലും വെല്ലുവിളിയാകില്ലെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ മതി ജനങ്ങൾ വീണ്ടും കൂടെ നിൽക്കാൻ. കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത് അൻവറിന്റെ സഹായത്തോടെയല്ലേ എന്ന ചോദ്യത്തിന് നഗരസഭാ ചെയർമാന്റെ മറുപടി ഇങ്ങനെ: പല സ്ഥാനാർത്ഥികളും നമുക്കറിയാം, 2 മുന്നണികളിൽ തോൽപ്പിച്ചു വന്ന സ്ഥാനാർത്ഥികളില്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? TMC എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആളുണ്ടായാലും കൂടെ ആ ആളുകളുടെ നിലവാരം എന്താ? ആ ആളുകളുടെ നിലവാരം കൂടി ജനങ്ങൾ കണക്കുന്നില്ല. അത്തരം ആളുകൾ സ്ഥാനാർത്ഥിയായിട്ട് TMCൻ്റെത് വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ല എന്നാണ് ഈ നിമിഷം വരെ. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മറ്റുള്ളവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ BJPയുടെ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുമെന്നും അവർ കണക്കുകൂട്ടുന്നു. TMC എന്ന് പറയുമ്പോൾ അത് അസ്വസ്ഥപ്പെടുത്തുക, അത് ദുർബലപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തെയും UDFനെയുമാണ്. അപ്പോൾ ആ ഒരു മുന്നണി നാലാമതൊരു മുന്നണി കൂടി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് BJPയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ TMC നല്ല ഒരു മത്സരം കാഴ്ചവെക്കുന്നതോട് കൂടിയിട്ട് ചതുഷ്കോണ മത്സരത്തിലേക്ക് മുനിസിപ്പാലിറ്റി മാറുകയും അതിൻ്റെ ആനുകൂല്യം BJPക്ക് നേട്ടമായിട്ട് മാറുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം എത്തി നിൽക്കെ മലബാറിലെ പല മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന PV അൻവറിനെ UDF ഉൾക്കൊള്ളുമോ അതോ ഒപ്പം നിർത്തുമോ എന്നതാണ് അറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ലിറ്റ്മസ് ടെസ്റ്റാകും. നിലമ്പൂരിൽ നിന്നും അഖിലൂട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുൻ ഇന്ത്യൻ ഹോക്കി താരം മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹം. കണ്ണൂർ സ്വദേശിയാണ് മാനുവൽ ഫെഡറിക്. ഭാവിയിൽ കേരളത്തിൽ കോൺഗ്രസുമായുള്ള CPM സഹകരണ സാധ്യത തള്ളാതെ G. സുധാകരൻ. BJP വളർച്ചയെ ആശ്രയിച്ചിരിക്കും കേരളത്തിൽ CPM കോൺഗ്രസ് സഖ്യമെന്ന സുധാകരൻ. ഭാവിയിൽ കേരള രാഷ്ട്രീയം എങ്ങനെ വളരുമെന്ന് പറയാൻ സാധിക്കില്ല. BJP 25% വോട്ട് പിടിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഇന്ത്യ സഖ്യത്തിൽ എല്ലാവരും ഒന്നിച്ചില്ലേയെന്നും സുധാകരൻ. കേരളത്തിൽ 2 മുന്നണികളും തമ്മിലുള്ള ഫൈറ്റാണ്. അത് ആയുഷ്കാലം എങ്ങനെ ആയിരിക്കുമെന്നോ അല്ലെന്നൊക്കെ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഒന്നും പറയാനില്ല. രാഷ്ട്രീയ സാഹചര്യം പോലിരിക്കും. BJPയുടെ കേരളത്തിലെ
വളർച്ച പോലെ അനുസരിച്ചിരിക്കും. അത് രാഷ്ട്രീയമായി മുന്നോട്ടൂടെ കാണണം. BJP 25% വോട്ട് പിടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. കാരണം 21 വരെ കിട്ടി ഒരു തവണ, 15% ആവറേജ് കിട്ടി. അപ്പൊ എങ്ങനെയാണ് നാളെ കേരള രാഷ്ട്രീയ ഭാവി വളരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതനുസരിച്ച് അടവുകൾ വീണ്ടും വീണ്ടും മാറ്റം വരാം. ഇതൊക്കെ മനസ്സിലാക്കാത്തവർക്ക് ഒരു പാർട്ടിയുടെയും വിശ്വസ്തരായ പോരാളിയാവാൻ പറ്റില്ല. അടവുകളും തന്ത്രങ്ങളും ഉണ്ട്. തന്ത്രമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലക്ഷ്യമാണ്. ഇന്ത്യയിൽ വർഗീയാടിസ്ഥാനത്തിൽ രൂപീകരിച്ചൊരു പാർട്ടി അധികാരം കൈയാളുമ്പോൾ അവരെ പരാജയപ്പെടുത്തേണ്ടിടത്ത് കൂട്ടായി നിൽക്കേണ്ടിടത്തെല്ലാം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷക്കാരും ഇവിടെ അതിന്റെ ആവശ്യമില്ല. CPM മുന്നണിക്ക് തന്നെ പരാജയപ്പെടുത്താം. ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ UDF മുന്നണിയാണ് വരിക. അതുകൊണ്ട് ഇവിടെ പരസ്പരം ഏറ്റുമുട്ടണം. പക്ഷേ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ കാലുഷ്യം പാടില്ല, അശ്ലീലം പറയാൻ പാടില്ല, തന്തയ്ക്ക് വിളിക്കാൻ പാടില്ല. തന്തയ്ക്ക് വരെ വിളിക്കുക. കാരണം ആർക്കറിയാം. കൊല്ലത്ത് വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണം തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പട്ടായി വടക്കേക്കര മേഖലാ പ്രസിഡന്റും KSRTC താൽക്കാലിക ജീവനക്കാരനുമായ മനീഷാണ് അറസ്റ്റിലായത്. തടാക തീരത്ത് നിന്ന പെൺകുട്ടിയുടെയും സുഹൃത്തിന്റെയും വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തുകയും വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമോതിരവും 500 രൂപയും ഇയാൾ കൈവശപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ വീട്ടിലാക്കിയ ശേഷം സുഹൃത്തുക്കൾ തിരികെ വന്ന് മനീഷിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൊണ്ടുപോയി. മനീഷിനെ ആക്രമിച്ചതിൽ 10 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ചേർത്തല നഗരത്തിൽ പട്ടാപ്പകൽ ഗുണ്ടാവിളയാട്ടം. നഗരത്തിലെ റെസ്റ്റോറന്റിലെത്തി അക്രമം നടത്തിയ പ്രതികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചു. കാപ്പ കേസ് പ്രതികളായ അഭിറാം, ദീപേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, പട്ടാപ്പകലാണ് നമ്മുടെ നാട്ടിൽ ഈ ഗുണ്ടാവിളയാട്ടം അല്ലേ? തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് നോർമലായ ഒരാളുകൾ വരുന്നത് പോലെയല്ല. ഇവർ വരുന്നത് തന്നെ ഒരു പ്രത്യേക റോഡിൽ കൂടെ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടാണ് ഇവർ അകത്തേക്ക് കയറുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ചേർത്തല നഗരത്തിലെ റെസ്റ്റോറന്റിൽ ഇന്നലെ വൈകിട്ട് ഈ സംഭവം ഉണ്ടായത്. ഇതിനു മുൻപ് ഈ വന്ന 2 പേര് സുഹൃത്തും ഭാര്യയും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ റോഡില് വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. ആ തർക്കത്തിനിടയിൽ ഒരു കാറിൽ വന്ന ആളുകൾ ഇവരോട് എന്തോ ഭാര്യയോട് മോശമായി സംസാരിച്ചു എന്നാണ് ഈ പിടിയിലായ അഭിറാമും ദീപേഷും പറഞ്ഞത്. അതായത് സുഹൃത്തിന്റെ ഭാര്യയോട് മോശമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവം അല്ല ഉണ്ടായത്. വാഹനം കയറി പോകുന്നതിനിടയിൽ എന്തോ ഒരു തർക്കം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായെന്ന് പറയുന്നു പോലീസ്. പക്ഷേ ഇവര് വന്ന് കയറിയ റെസ്റ്റോറന്റ് ആള് മാറി കയറിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് ഇവരെ എത്തിയത് ചേർത്തലയിലെ ബ്രൂപ്പിയ റെസ്റ്റോറന്റിലാണ് എത്തിയത്. അവിടെ ഈ കാറിൽ വന്ന ആളുകൾ ഈ റെസ്റ്റോറന്റ് ഉടമയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ആ റെസ്റ്റോറന്റിലേക്ക് എത്തി ഈ ഭീഷണിപ്പെടുത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തതെന്നുള്ളതാണ്. ഇവർ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. കാപ്പ കേസിൽ നേരത്തെ അറസ്റ്റിലായ അഭിറാം ഒപ്പം തന്നെ ദീപേഷ് എന്നിവരെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 17ഓളം ക്രിമിനൽ കേസുകൾ പോലീസുകാരെ ആക്രമിച്ചതടക്കം 17ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇവരെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മയക്കുമരുന്ന് കേസുകളടക്കം ഇവർക്ക് മേൽ ഉണ്ട് എന്നുള്ളതാണ്. 2 പേരും കാപ്പ ചുമത്തപ്പെട്ടവരാണ്. ഓഗസ്റ്റ് 24 ഇവരുടെ ജില്ലയിൽ പ്രവേശിക്കാനുള്ള സമയപരിധി കഴിഞ്ഞത്. അതിനുശേഷം ജില്ലയിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ സംഭവങ്ങൾ കൂടി ഇവരുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ഥിരം ശല്യക്കാരാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ ഹോട്ടലിൽ കയറി ആ റെസ്റ്റോറന്റിനകത്ത് സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം അതിനകത്ത് ജീവനക്കാരെയും ഇവർ മർദ്ദിച്ചു. അങ്ങനെ നടു ഹോട്ടലിനകത്ത് പ്രശ്നമുണ്ടാക്കി അതിനുശേഷം പുറത്തേക്ക് വന്ന് പുറത്തെ പ്രശ്നമുണ്ടാക്കി. തുടർന്ന് പോലീസ് എത്തി ഇവരെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്ന ഘട്ടത്തിൽ പോലും ഹോട്ടലുടമയാണ് ഈ കാറിൽ സഞ്ചരിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ഹോട്ടലുടമയെ കൊലപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ഇവർ നടത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ചാടിപ്പോയി. ഇളമാട് സ്വദേശി അബിൻ ദേവാണ് ഓടി രക്ഷപ്പെട്ടത്. പോക്സോ കേസിൽ ജാമ്യം ലഭിക്കാതെ വന്നതോടെ ഇയാൾ കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു സംഭവം?
രമ്യ, അത് അല്പസമയം മുന്നേ ആയിരുന്നു. കോടതി നടപടികൾക്ക് ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. കൊട്ടാരക്കര കോടതിയിൽ നിന്നാണ് ഈ പോക്സോ കേസ് പ്രതി ചാടിപ്പോവുകയായിരുന്നു. ഇളമാട് സ്വദേശിയായ അബിൻ ദേവാണ് ഓടി രക്ഷപ്പെട്ടത്. അതായത് സംഭവം ഇങ്ങനെയാണ്. 2024 ഈ അബിൻ ദേവിനെതിരെ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളിപ്പോൾ വിചാരണ തടവുകാരനാണ്. വിചാരണ കാലയളവിൽ തന്നെ നിരവധി തവണ ഈ കോടതിയിൽ ഹാജരാകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇയാൾ ഹാജരായില്ല. ഇയാൾക്ക് പകരമായിട്ട് വക്കീലും ഹാജരാകാതെ വന്നതോടുകൂടി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. നിലവിൽ വാറണ്ട് ഉള്ള ഈ പ്രതി മറ്റൊരു വക്കീലുമായിട്ട് ഇന്ന് കോടതിയിൽ ഹാജരായ സമയത്തായിരുന്നു കോടതി ജാമ്യം റദ്ദാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. റിമാൻഡ് ചെയ്ത കോടതി ഉടൻ തന്നെ ഇയാളെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതോടുകൂടി പ്രതി പിന്നിലേക്ക് മാറുകയും തുടർന്ന് പടവുകൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊട്ടാരക്കര കോടതിയിലാണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത്. ആര്യ, ശരി. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വൻ സൈബർ തട്ടിപ്പ് സംഘം പിടിയിൽ. ഓപ്പറേഷൻ സ്വേ ഹണ്ടിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകണമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവേലാദിത്യ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. ഏലൂർ സ്വദേശി അഭിഷേക് ബിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്നും ഇന്നലെ മാത്രം പിൻവലിച്ചത് 6 ലക്ഷത്തിലേറെ രൂപയാണ്. അഭിഷേക്, ഹാഫിസ് എന്നിവർ തൃക്കാക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളുമാണ്. ഓൺലൈൻ ഗെയിമിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. നമുക്ക് കുറെ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൌണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൌണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൌണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൌണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറെ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൌണ്ടുകൾ ഏൽപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ അക്കൌണ്ടുകൾ ദുബായിലേക്കാണ് കൈമാറിയത്. വിദ്യാർത്ഥികളെയും തട്ടിപ്പ് സംഘത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കി. തട്ടിപ്പിനായി കൊച്ചിയിൽ മാത്രം കണ്ടെത്തിയത് 300 അക്കൌണ്ടുകളാണ്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പിൻവലിച്ചു നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മീഷൻ ലഭിക്കും. കോളേജുകൾ കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൌണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതുപോലെ അക്കൌണ്ട് എടുത്തു കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഓപ്പറേഷൻ സൈഹണ്ടിൽ ഇന്നലെ മാത്രം 263 പേരാണ് സംസ്ഥാനത്ത് അറസ്റ്റിലായത്. 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഗോൾഡൻ വാലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി താര കൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ്. കേസിൽ മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുന്നുണ്ട്. ഗോൾഡൻ വാലി നിധി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി താരാകൃഷ്ണനെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് തമ്പാനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ഈ 1 വർഷം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്നത്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ആരോപണമാണ് ഗോൾഡൻ വാലി നിധി ഉടമകൾക്കെതിരെ ഉയർന്നു വന്നത്. അതിന് പിന്നാലെ ഈ താരാകൃഷ്ണനും ഭർത്താവും കാനഡയിലേക്ക് മുങ്ങുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം രഹസ്യമായി നാട്ടിലേക്ക് വരുന്നുവെന്ന വിവരം തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നവർ പിടിയിലായത്. ഇവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. താരാകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിന് പുറമെ ആര്യനാട്, കാട്ടാക്കട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയർന്നു വന്നെങ്കിലും 31 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്ന് ആരോപണം നേരിടുന്ന ഈ ഗോൾഡൻ വാലി നിധി കമ്പനിയുടെ ഉടമകളെ രക്ഷിക്കാനായി ബോധപൂർവമായി ഉന്നത തലത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന സംശയവും
ബലപ്പെടുകയാണ്. കാരണം അത്തരത്തിൽ നിരവധി പരാതികൾ ഈ സ്ഥാപനത്തിനും ഉടമകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടും ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതാനും പരാതികളിൽ മാത്രമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ മറ്റൊരു കേസിലെ കൂട്ടുപ്രതിയായ KT തോമസിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ ഈ കേസ് മുറുകിയതോടെ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കടന്നുവെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. പിന്നീട് ഇയാളെ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഉദ്യോഗസ്ഥർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതോടൊപ്പം താരാകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വ്യാപ്തി എത്രത്തോളമാണ്, എത്ര കോടി രൂപ നിക്ഷേപകരുടെ എത്ര കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരുമെന്ന നിഗമനത്തിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണത്തിന് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിട്ടു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. അതേസമയം 2 പതിറ്റാണ്ടിലായി ധർമ്മസ്ഥലയിൽ നിന്നും നിരവധി ആളുകളെ കാണാതായ കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവിട്ടു. ധർമ്മസ്ഥല, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണം സംബന്ധിച്ച അന്വേഷണം തുടരാനാണ് കോടതി നിർദ്ദേശം. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ SIT അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ SIT രജിസ്റ്റർ ചെയ്ത FIRകൾ റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ആക്ഷൻ കമ്മിറ്റി നേതാക്കളായ മഹേഷ് ഷെട്ടി തിമിരോടി, ഗിരീഷ് മട്ടന്നവർ, വിട്ടൽ ഗൌഡ, ജയന്ത് T എന്നിവരെ BNSലെ 35(3) വകുപ്പ് പ്രകാരം നിരന്തരം വിളിച്ചു വരുത്തുകയും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം. FIR ഫയൽ ചെയ്തതിലെ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് മുഹമ്മദ് നവാസാണ് സ്റ്റേ അനുവദിച്ചത്. ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ S ബാലനും ദീപക് ഗോസലിയുമാണ് ഹാജരായത്. ആദ്യഘട്ടത്തിൽ BNS 183 പ്രകാരം ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ സാക്ഷികളായാണ് വിളിച്ചു വരുത്തിയതെന്നും എന്നാൽ നിലവിൽ ഇവർ കേസിൽ സംശയിക്കപ്പെടുന്നവരാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ B ജഗദീഷ് കോടതിയെ അറിയിച്ചു. ഈ FIRലെ അന്വേഷണമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതെങ്കിലും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ധർമ്മസ്ഥലയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കാണാതായ കേസുകളിൽ ധർമ്മസ്ഥല, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവിട്ടു. അസ്വാഭാവിക മരണം സംബന്ധിച്ച റിപ്പോർട്ടുകളിലും അന്വേഷണം തുടരാമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് 18 ധർമ്മസ്ഥല. ജില്ലാ ഭരണകൂടം അനുമതി നൽകിയെങ്കിലും കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണശാലയായ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കില്ല. സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉറപ്പുണ്ടായ ശേഷമേ സംസ്കരണം ആരംഭിക്കൂവെന്ന നിലപാടിലാണ് ഉടമകൾ. അതേസമയം ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് കമ്പനി ഉടമകൾക്ക് കളക്ടർ നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനം 25 ടൺ എന്നുള്ള മാലിന്യത്തിൻ്റെ തോത് 20 ടണ്ണായി ഉയർത്തുക. അതായത് ഒരു ദിവസം 20 ടൺ മാലിന്യം മാത്രമേ സംഭരിക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ, ജലമടക്കമുള്ളവ മലിനമാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തണം. പഴകിയ അറവുശാല മാലിന്യങ്ങൾ സംസ്കരിക്കരുത്, ഏറ്റവും പുതിയ മാലിന്യങ്ങൾ മാത്രമേ സംസ്കരിക്കാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്നതിനാണ് ഉടമകൾ ആലോചിച്ചതെങ്കിലും പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. കൃത്യമായ സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് നൽകണം എന്നാണ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. ഈ എഞ്ചിനീയർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം പ്ലാന്റിൽ വീണ്ടും മലിനീകരണ നിയന്ത്രണ സംവിധാനം അടക്കമുള്ളവ പരിശോധിച്ച ശേഷം മാത്രം പ്ലാന്റ് തുറന്നാൽ മതിയെന്ന തീരുമാനത്തിൽ എത്തിയേക്കുകയാണ് ഉടമകൾ. അതിനിടയിൽ ഈ പ്ലാന്റ് തുറക്കാനുള്ള തീരുമാനത്തിനെതിരെ സമരസമിതി അടക്കം രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. നേതാക്കളിൽ പലരും, ഒപ്പം നേരത്തെ സമരരംഗത്തുണ്ടായിരുന്ന പലരും ഒളിവിലായതിനാൽ പുതിയ സഹായ സമിതി എന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുണ്ട്. എപ്പോൾ പ്ലാന്റ് തുറന്നാലും അപ്പോൾ തന്നെ സമരം ആരംഭിക്കുന്നതിനാണ് ഈ സമിതിയുടെ തീരുമാനം. അതായത് ജനങ്ങളുടെ ഈ ശുദ്ധവായു കിട്ടാനും മറ്റ് മലിനീകരണ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഏതറ്റം വരെ സമരത്തിന് പോകണമെങ്കിൽ ആ സമരത്തിനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാവും. അതേ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. ഫ്രഷ് കട്ടിനോട് ചേർന്നുള്ള കരിമ്പാലക്കുന്ന് അടക്കമുള്ള ഇടങ്ങളിലെ ജനജീവിതം ഇപ്പോഴും സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. ഇവിടങ്ങളിലുള്ള പല ആളുകളും കേസുകളിൽ പ്രതികളായതിനാൽ പോലീസുകാരെ ആക്രമിച്ചടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിൽ പലരും ഒളിവിലാണ്. മിക്ക വീടുകളിലും ഈ പ്രായമായ അമ്മമാരും കുട്ടികളും മാത്രമാണ് ഉള്ളത്. ഇനിയും പ്ലാന്റിൻ്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കാനാണ് തീരുമാനമെങ്കിൽ തങ്ങൾ തന്നെ സമരമുഖത്തേക്ക് പോകും എന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പം ഞങ്ങൾ വിഷമത്തിലാ. ഉടങ്ങും ഒരു മനുഷ്യനില്ല. എല്ലാം കള്ളക്കേസ് കൊടുക്കി അവരൊക്കെ ഒളിവിലാണ്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള പെണ്ണുങ്ങളെ പോകേണ്ടി ഫസ്റ്റ് കട്ടിന് സമരത്തിന് പോകാൻ, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ.
നേരത്തെ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഒരു സർവകക്ഷി സംഘത്തെ ഈ ഫാക്ടറി സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ചുമതലപ്പെടുത്തിയ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ട് പോലും ഇത്തരം ഒരു സമിതി സംഘടിപ്പിക്കാതെ അല്ലെങ്കിൽ സമിതിയുടെ സന്ദർശനത്തിന് മുമ്പ് തന്നെ കളക്ടർ ഇത്തരമൊരു തീരുമാനം എടുത്തതിലുള്ള പ്രതിഷേധവും ശക്തമാണ്. എന്തായാലും ഫാക്ടറി തുറന്ന് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചാൽ വലിയ സംഘർഷാവസ്ഥയിലേക്കാവും ഇവിടങ്ങൾ നീങ്ങുക. വൈക്കം തോട്ടുമുക്കത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഡോക്ടർ മരിച്ചു. ഒറ്റപ്പാലം സ്വദേശി അമൽ സൂരജാണ് മരിച്ചത്. ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്ന് സംശയിക്കുന്നു. കൊട്ടാരക്കര ചെമ്മനാട് സ്വകാര്യ ആശുപത്രിയിലെ കോസ്മെറ്റോളജി വിഭാഗം ഡോക്ടറാണ്. എറണാകുളത്തുള്ള സുഹൃത്തിനെ കാണാനുള്ള യാത്രയിലായിരുന്നു അപകടം. തൃശൂർ വടക്കാഞ്ചേരി കല്ലംപാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്തു. മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിന്റെ കാറാണ് തട്ടിയെടുത്തത്. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് ഓട്ടം വിളിച്ചത്. ആളൊഴിഞ്ഞെടുത്ത് വെച്ച് കണ്ണിൽ മുളകുപൊടിയിട്ട് കാർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും കാറിന്റെ GPS ലൊക്കേഷനും പിന്തുടർന്ന് പോലീസ് കാർ കുന്നംകുളം യൂണിറ്റ് ആശുപത്രി പരിസരത്തു നിന്നും കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ പടയൊരുക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി NDA സഖ്യം. യുവാക്കൾക്കായി 1 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് വാഗ്ദാനം. നൈപുണ്യാധിഷ്ഠിത തൊഴിൽ നൽകുന്നതിനായി നൈപുണ്യ സെൻസസ് നടത്തും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും പ്രകടന പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. വനിതാ ശാക്തീകരണത്തിനും കർഷക ക്ഷേമത്തിനും പ്രകടന പത്രിക ഊന്നൽ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ വനിതാ തൊഴിൽ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ബീഹാറിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 32% പേർ ക്രിമിനൽ കേസ് പ്രതികളാണ്. അതിൽ 27% പേർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളിൽ 40% പേർ കോടീശ്വരന്മാരുമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം വീണ്ടും ചർച്ചയാവുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 3-1 പേർ ക്രിമിനൽ കേസുള്ളവരാണെന്ന് ഇലക്ഷൻ വാച്ചിന്റെ പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ആദ്യഘട്ടത്തിൽ 1314 സ്ഥാനാർത്ഥികളാണ് 121 നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ 423 സ്ഥാനാർത്ഥികൾ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമ്മതിക്കുന്നു. 354 പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണ്. 33 സ്ഥാനാർത്ഥികൾ കൊലക്കേസ് പ്രതികളാണ്. 86 പേർ വധശ്രമ കേസുകളിൽ വിചാരണ നേരിടുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നവരിൽ ഇടതു പാർട്ടികളാണ് മുന്നിൽ. CPI, CPIM സ്ഥാനാർത്ഥികളെല്ലാം ക്രിമിനൽ കേസ് പ്രതികളാണ്. BJPയും കോൺഗ്രസും സീറ്റ് നൽകിയവരിൽ 65% പേർ പ്രതികളാണ്. വലിയ ധാർമ്മികത അവകാശപ്പെടുന്ന ജൻ സ്വരാജ് പാർട്ടി സീറ്റ് നൽകിയ 114 പേരിൽ 50 പേർ വിചാരണ നേരിടുന്നു. ജൻ സ്വരാജ് സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി 5.72 കോടി രൂപയാണ്. 48 BJP സ്ഥാനാർത്ഥികൾ 11 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ളവരാണ്. 23 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 5 കോടിയിലധികം ആസ്തിയുണ്ട്. 5 CPI സ്ഥാനാർത്ഥികൾക്ക് 4 കോടിക്ക് മുകളിലും 3 CPM സ്ഥാനാർത്ഥികൾക്ക് 1.7 കോടി രൂപ ആസ്തിയും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നവംബർ 6-നാണ് ബീഹാറിലെ 121 നിയമസഭാ സീറ്റുകളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 1,245,000, പവന് 89,960. സ്വർണം 18 ക്യാരറ്റിന് 9,285, പവന് 74,280. വെള്ളി ഗ്രാമിന് 160, കിലോയ്ക്ക് 1,60,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.